അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൗൺ നീളും. ധനാനുമതി ബില്ല് സെനറ്റിൽ വീണ്ടും പരാജയപ്പെട്ടു. തിങ്കളാഴ്ച വീണ്ടും വോട്ടെടുപ്പ് നടത്തും. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഈ ഒരു ഷട്ട്ഡൗൺ അമേരിക്കയിൽ ഇനി നീളും എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, തീർച്ചയായും അമേരിക്കയിൽ ഏർപ്പെടുത്തിയ സർക്കാർ ഷട്ട്ഡൗൺ നീളുമെന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ ദിവസം സെനറ്റിൽ നടന്ന ധനാനുമതി ബില്ല് വീണ്ടും പരാജയപ്പെട്ടു എന്നതാണ് ഇതിന് പ്രധാന കാരണമായി പറയേണ്ടത്. ഈ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് പാസ്സാക്കാൻ ആവശ്യമായ 60 വോട്ടുകൾ ലഭിച്ചില്ല. അതേ തുടർന്നാണ് ഈ ബില്ല് പരാജയപ്പെട്ടത്. തുടർന്ന് ഈ ഷട്ട്ഡൗൺ നീളും, അടുത്ത ആഴ്ചത്തേക്ക് നീളുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും തിങ്കളാഴ്ച വീണ്ടും ഒരു ബില്ല് അവതരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ആ ബില്ല് പാസ്സായാൽ മാത്രമാകും അവിടെ ഈ ഷട്ട്ഡൗൺ പിൻവലിക്കാനായി കഴിയുള്ളൂ. എന്തായാലും ഷട്ട്ഡൗൺ ഒരാഴ്ചത്തേക്ക് കൂടി നീളുന്നു എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിനിടയിൽ ഈ ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഒരു മുന്നറിയിപ്പും കൂടി ഇപ്പോൾ വൈറ്റ് ഹൗസ് ആവർത്തിച്ചിരിക്കുകയാണെന്നതാണ് പറയേണ്ട ഒരു കാര്യം. ഒക്ടോബർ 1 മുതലാണ് ഷട്ട്ഡൗൺ, അമേരിക്കയിൽ ഷട്ട്ഡൗൺ തുടങ്ങിയത്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതെന്നാണ് പറയേണ്ട ഒരു കാര്യം. അവശ്യ സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. സർക്കാർ സേവനങ്ങളിൽ അവശ്യ സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും സാധാരണക്കാരെ എല്ലാം തന്നെ ഈ ഷട്ട്ഡൗൺ വലിയ രീതിയിൽ വലയ്ക്കുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. കൂടാതെ ദേശീയ സുരക്ഷാ ആരോഗ്യ പദ്ധതികളടക്കം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് ഇത് വന്നു. ഈ ഷട്ട്ഡൗൺ മൂലം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് വന്നതുകൊണ്ടാണ് ഇത് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമം ഉണ്ടാവുന്നതെന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഒക്ടോബർ 1-നാണ്. അതിന് മുന്നോടിയായി സെനറ്റിൽ ധനാനുമതി ബിൽ, സർക്കാർ സേവനങ്ങൾക്കുള്ള ധനാനുമതി ബിൽ പാസ്സാക്കിയത് പ്രസിഡന്റ് ഒപ്പിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇക്കുറി അത് പാസ്സാകുന്നതിന് മുന്നോടിയായി തന്നെ ചില ഭിന്നതകൾ സെനറ്റിലുണ്ടായി. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിലുള്ള ഭിന്നതകളുണ്ടായി. അതേ തുടർന്നാണ് ഈ ബില്ല് പാസ്സാകാതെ വന്നത്. പിന്നാലെയാണ് ഷട്ട്ഡൗൺ ഏർപ്പെടുന്ന നിലയിലേക്ക് അമേരിക്ക നീങ്ങിയത്. എന്തായാലും ട്രംപും അതോടൊപ്പം തന്നെ റിപ്പബ്ലിക്കന്മാരും തമ്മിലുള്ള ചില ചില അനിശ്ചിതത്വങ്ങളാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതാണ് ഈ രീതിയിൽ ഈ ഷട്ട്ഡൗൺ നീണ്ടുപോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് പണം നൽകിയില്ലെന്ന പ്രസിഡന്റ് ട്രംപിൻ്റെ നൽകില്ലെന്ന നയം അത് ഡെമോക്രാറ്റുകൾ ചെറുത്തോടെയാണ് ഈ ധനാനുമതി ബിൽ പാസ്സാകാതെ വന്നത്. ഇതോടെ ശമ്പളം കൊടുക്കാനും അതോടൊപ്പം തന്നെ ദൈനംദിന ആവശ്യങ്ങൾക്കുമുള്ള പണം വകുപ്പുകൾക്ക് ലഭ്യമല്ലാതായി. തുടർന്നാണ് ഈ രീതിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് അമേരിക്കയിലെ സർക്കാർ വകുപ്പുകൾ പോയതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒക്ടോബർ 1 മുതലാണ് ഈ രീതിയിൽ ഷട്ട്ഡൗൺ ആരംഭിച്ചത്. എന്തായാലും ഈ പുതിയ ധനാനുമതി ബില്ലും പാസ്സാകാതെ വന്നതോടെ ഈ ഷട്ട്ഡൗൺ ഒരാഴ്ചത്തെ കൂടി നീങ്ങുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും തിങ്കളാഴ്ച വീണ്ടും ഒരു ബില്ലും കൂടെ സെനറ്റിൽ വരുന്നുണ്ട്. ആ ബില്ല് പാസ്സായാൽ മാത്രമാകും ഈ ഷട്ട്ഡൗൺ പിൻവലിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ 7 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരെയാണ് ഈ ഷട്ട്ഡൗൺ ബാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈറ്റ് ഹൗസിൻ്റെ ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു ഭീഷണിയുമുണ്ട്. ഈ താൽക്കാലിക അവധിയിൽ പ്രവേശിച്ച, അതായത് 7 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ താൽക്കാലിക അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ അവധിയിൽ പ്രവേശിച്ച ജീവനക്കാർ ജോലിയിൽ നിന്ന് രാജിവെക്കണം, അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും അമേരിക്കയിൽ ഷട്ട്ഡൗൺ നീളുകയാണ്. ദീപ്തി, ശരി, അമേരിക്കയിൽ ഷട്ട്ഡൗൺ നീളുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ധനാനുമതി ബില്ല് പരാജയപ്പെട്ടിരിക്കുകയാണ്. ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും ആവർത്തിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൗസ്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.